ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാവുകളെന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും സങ്കല്പത്തിലൊരു കാവുകളുണ്ട്. കുറേ മരങ്ങളും തിങ്ങി നിറഞ്ഞ് വെച്ചാരാധനകളുള്ള സ്ഥലം. അതെ, അത് തന്നെയായിരുന്നു മാവൂരിലുള്ള ഈ കാവ്. വളരെ വ്യത്യസ്തമായ രീതിയിൽ 3 ഭഗവതി തറ ഇറങ്ങിയിരുന്നു. ഈ 3 ഭഗവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിപാടായി വെപ്പിക്കുന്നു. എത്ര ഭഗവതിയുണ്ടോ അത്രയും ഭഗവതി അവിടെ കിട്ടിയിട്ടുണ്ടെന്നാണ് അവിടുത്തെ ഒരിത്. മേൽക്കൂരകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ കല്ലുംതറകൾ മാത്രമായിട്ട് കൊണ്ടാടുന്ന ഒരു കൊച്ചുത്സവം കാണാൻ വളരെ മനോഹരമായിരുന്നു. പിന്നെ ഭഗവതിയുടെ പുറപ്പാടുകളും കൊട്ടുകളും ഭഗവതി തെയ്യത്തിൻ്റെ അഥവാ തറയുടെ ആഘോഷം. അതിലുപരി എന്നെ ഒരു പ്രത്യേകമായി ആകർഷിച്ചൊരു ഘടകം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കെട്ടിയടിയിരിക്കുന്ന കുലവൻ തറയാണ്. വടക്കൻ മലബാറിൽ, പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് കാവുകളിൽ കെട്ടിയിടുന്നതിൻ്റെ പ്രധാനപ്പെട്ട തെയ്യങ്ങളിലൊന്നാണ് കുളവൻ തിറ എന്നും പറയും. ശിവൻ്റെ അംശമായി കണക്കാക്കപ്പെടുന്ന ഈ തെയ്യം കരിഞ്ചാമുണ്ടിയുടെയും കൂളിച്ചാമുണ്ടിയുടെയും കൂടെയോ അല്ലാതെയോ കെട്ടിയാടാറുണ്ട്. ഇതിൻ്റെ വേഷവിധാനത്തിൽ താണ്ഡവ നൃത്തവും ഏറെ ആകർഷണമാണ്. കുളവൻ തെയ്യത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉദ്ഭവം ശൈവ പശ്ചാത്തലമുള്ള തെയ്യമാണിത്. പ്രധാനമായും കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലാണ് ഇത് കെട്ടിയാടുന്നത്. കാവുകളിൽ വേഗത്തിലുള്ള ചുവടുകളും താണ്ഡവ നൃത്ത ശൈലിയുമാണ് ഇതിൻ്റെ മിക്കവാറും ചാമുണ്ഡി തെയ്യത്തോടൊപ്പമാണ് കൂടുതലായിട്ട് ഇത് കാണപ്പെടാറുള്ളത്. കാവുകളിലെ പ്രധാന വേഷങ്ങൾ പുറമെയായിട്ടാണ് ഈ തെയ്യം സാധാരണയായി വരുന്നത്. അതിലും അപ്പുറം തീ കൊണ്ടുണ്ടാക്കിയതും ഇതിൻ്റെ അലങ്കാര ഭംഗിയും മുടി തെയ്യവുമാണ് ഇതിൻ്റെ പ്രത്യേകത. സാധാരണ മുഖത്ത് വരയ്ക്കുന്ന ചായക്കൊട്ടുകൾക്കപ്പുറം ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്ത് ചൂട്ട് വെളിച്ചത്തിൽ കളിക്കുന്നൊരു തിറയാണ്. അതിൻ്റെ വരവും അതിൻ്റെ ആകർഷണ രീതിയും അതുതന്നെയാണ്. ഒട്ടുമിക്ക തിറകളിൽ ലൈറ്റ് ഓണാക്കിയിട്ടാണ് കളിക്കാറുള്ളത്. പക്ഷേ ഇതിലും ലൈറ്റ് ഓണാക്കും. പക്ഷേ തിറ വന്നു നിന്നത് അവിടെയുള്ള കല്ലുംതറകളെ വലം വെച്ചതിന് ശേഷം തിറ കളിക്കാൻ തുടങ്ങുന്നത് ചൂട്ടുകളുടെ അകമ്പോടുകൂടി. ഇതിൻ്റെ മുടിത്തെയ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കാണാറുണ്ട് മുടി വെക്കുന്ന ഒരുപാട് തെയ്യങ്ങളുണ്ട്. കണ്ടകർണൻ, കാളി, നാഗകാളി അതുപോലെയുള്ളതൊന്നാണിത്. ഇത് മിക്ക പ്രദേശങ്ങളിലും ഏകദേശം വയനാട്, കണ്ണൂർ ആ ഒരു ബോർഡറിലേക്ക് വരുന്ന കോഴിക്കോട് ജില്ലയുടെ തന്നെ ബോർഡറുകളിലേക്ക് വരുന്ന സ്ഥലങ്ങളിലാണ് ഈ തെയ്യങ്ങൾ അധികം കെട്ടിയാടാറുള്ളത്. ഏറെക്കുറെ കാണാൻ പറ്റുന്നത് മാവൂർ ഭാഗങ്ങളിലേക്കാണ് ഈ തെയ്യത്തെ കൂടുതലായിട്ട് ആരാധിച്ചു വരുന്നതും ഈ തെയ്യം കെട്ടിയാടപ്പെടുന്നതുമാണ്. ഇതിൻ്റെ മുടിയുടെ പ്രത്യേകത ഒരു പ്രത്യേക ശൈലിയിലെ തെയ്യത്തിൻ്റെ, അതായത് നമ്മൾ തെയ്യാട്ടക്കാർ ഉപയോഗിക്കുന്ന തരത്തിലുള്ള മുടിയാണ്. അത് വളരെ കാണാൻ മനോഹരമായിട്ടുള്ള വളരെ വ്യത്യസ്തമായ രീതിയിലും അവരത് കെട്ടിയാടുന്നു. ഈ തിറയാട്ടമാണ് എന്നോട് ഇതിൽ ഒട്ടുമിക്ക ആകർഷിക്കാനുള്ളൊരു കാരണം വേറെ കൂടിയാണ്. നിങ്ങൾ കണ്ടില്ല, ഈ കൊടിത്തോരണങ്ങളും ഈ കെട്ടിവെച്ചിരിക്കുന്ന തറക്കല്ലുകൾ മാത്രമേ ഈ കാവിലുള്ളൂ. അവിടുത്തെ പരമ്പരാഗതമായിട്ട് അവർ ആരാധിച്ചു വരുന്ന അവരുടെ പരമ്പരാഗതമായ രീതിയിലുള്ള വെച്ചാരാധനകൾ പോലെയുള്ളൊരു കാവ്. അക്ഷരാർത്ഥത്തിൽ ഇതിനെ കാവെന്ന് വിളിക്കാവുന്നതാണ്. തണലുകൾക്ക് അടിയിൽ കാത്തിരിക്കുന്ന കാവുകൾ നമ്മൾ പണ്ട് നോവലുകളിലും കഥകളിലും വായിച്ചിട്ടുള്ളത് പോലെ അത്തരത്തിലുള്ളൊരു കാവായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഈ തറ കാണാൻ വേണ്ടി ഒത്തിരി നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം അത് കാണേണ്ടത് തന്നെ. കാരണം ഇതൊരു പുലർച്ചെ 2 മണി 3 മണി ആ സമയത്താണ് ഇത് കെട്ടിയുണ്ടാക്കുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇതിന് വീഡിയോ എടുത്ത് വെച്ചിട്ട് ഒത്തിരി ദിവസമായി, പക്ഷെ അപ്ലോഡ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കാണാൻ മറക്കരുത്. ഇതിൽ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണുക. ഓക്കെ, ബൈ ബൈ, ടാറ്റാ, സീ യു. കൂടുതൽ തരം വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും. ബൈ ബൈ. ഈ വീഡിയോ നിങ്ങൾ കണ്ടോ.
അല്ല അയച്ചിട്ട് ചങ്ങായിമാരെ കഴിഞ്ഞില്ലേ